നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവകൃപ നിറഞ്ഞവളും ദൈവത്തിൻ്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളും കാൽവരിയിൽ പുത്രനോടൊപ്പം സഹിച്ച് മനുഷ്യമക്കളുടെ മുഴുവൻ അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയമേ, ഈ പ്രഭാതത്തിലും ഞങ്ങളിതാ അങ്ങേ തിരുസന്നിധിയിൽ നിൽക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളാൽ ഞങ്ങൾ വലയുകയും തളരുകയും ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങയുടെ വാത്സല്യത്താലും സാന്ത്വനത്താലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ വെല്ലുവിളികളെയും മൗന നൊമ്പരങ്ങളെയും സന്തോഷങ്ങളെയും വിജയങ്ങളെയും ദൈവ തിരുഹിതത്തിന് അനുയോജ്യമാക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പന്തക്കുസ്ത വേളയിൽ സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ മുഴുകിയതുമൂലം പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിൽ വന്നിറങ്ങി അവരെ എല്ലാവരെയും ശക്തിപ്പെടുത്തിയല്ലോ. ദൈവമാതാവേ, എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർവുള്ളവരാക്കി ആത്മാഭിഷേകത്തിനും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കണമേ. മറിയമേ, അങ്ങ് അളവറ്റ സ്നേഹത്തിന് യോഗ്യയായ ഒരു മകളായി ഒരു മകനായി അമ്മ എന്നെ സ്വീകരിക്കണമേ. ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയിൽ ഞങ്ങൾ അഭയം തേടുന്നു. അമ്മയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അമ്മയുടെ പാദപീഠത്തിങ്കൽ വന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവമാതാവേ, ദൈവത്തോടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. സ്നേഹസ്വരൂപിണിയായ അമ്മേ മാതാവേ, ഈശോയുടെ കുരിശ് യാത്രയെ കാൽവരിയോളം അനുഗമിച്ച അമ്മയിലുള്ള ദൃഢമായ വിശ്വാസവും ശരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മാതൃസഹായം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അതിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അമ്മ ഞങ്ങളെ കൈവിടരുതേ. എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും ബലവും നൽകണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അമ്മ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരോടും പറയാനാവാത്ത വിഷമങ്ങളും മറ്റുള്ളവരാൽ മുറിപ്പെടുത്തിയ വാക്കുകളും പരിഹാസങ്ങളും എൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കുമായി അവിടുന്ന് മാറ്റണമേ. എൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലും സഹിച്ചുകൊണ്ട് ഒരടി പോലും മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത വിധം തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെയുണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരുവാനും കരുത്ത് നൽകണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. എപ്പോഴും സന്തോഷവും സമാധാനവും കാംക്ഷിക്കുന്ന ഞങ്ങളിൽ പലപ്പോഴും ദുഃഖവും നിരാശയും വന്നു ചേരുന്നു. അതിൽ നിന്നുള്ള മോചനത്തിനായി അമ്മയല്ലാതെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഏതസാധ്യ കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി തരുവാൻ അത്ഭുതം ചെയ്യുന്നവളും ആശ്വാസം നൽകുന്നവളുമായ അമ്മേ മാതാവേ, ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, പ്രത്യേകിച്ച് അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗവും, നിങ്ങളുടെ നിയോഗം ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരണമേ. മക്കളായ ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹത്തെ പ്രതി എക്കാലവും ഞങ്ങൾ അമ്മയോട് നന്ദിയുള്ളവരായിരിക്കും. അമ്മയുടെ പുണ്യങ്ങൾ അനുകരിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും അമ്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ. ഈ ചൊവ്വാഴ്ച ദിവസത്തെയും ഈ ദിവസത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെയും നന്മ തിന്മകളെയും അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈശോയുടെ പക്കൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്തുകൊള്ളണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു ദിവസമായി മാറ്റിത്തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.